ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇനി നമുക്ക് വാക്യത്തിൽ പ്രയോഗിക്കുക. ഫസ്റ്റ് വൺ അതില് ലോകമെമ്പാടും. എങ്ങനെയാണ് ഈ വാക്യത്തിൽ പ്രയോഗിക്കുക? ലോകമെമ്പാടും ടെക്സ്റ്റ് എടുത്ത് ഓൾ ഓഫ് യു ടേക്ക് എ ടെക്സ്റ്റ് ബുക്ക്. ലോകമെമ്പാടും അതിൽ തന്നെയുണ്ട് വാക്യത്തിൽ പ്രയോഗിച്ചിട്ട്. എന്താണ്? ആര് ടെക്സ്റ്റ് ശ്രദ്ധിക്കുന്നില്ലേ? 20-ാം നൂറ്റാണ്ടിൽ ലോകമെമ്പാടും ഏറെ പ്രശസ്തി നേടിയ മഹാനാണ് ഗാന്ധിജി, അല്ലേ? നെക്സ്റ്റ്, ഒരുമ്പെടുക. എങ്ങനെയാണ് വാക്യത്തിൽ പ്രയോഗിക്കുക? ഒരുമ്പെടുക ആർക്ക് പറയാനറിയും? ഒരുമ്പെടുക. ശിബി മഹാരാജാവ് ഒരു മഹായജ്ഞം നടത്താൻ ഒരുമ്പെട്ടു, അല്ലേ? ടെക്സ്റ്റ് ഓർമ്മയില്ല ഇന്നലെ പഠിച്ചത്? ഒരുമ്പെടുക തന്നെ വാക്യത്തിൽ പ്രയോഗിക്കാൻ പറ്റുമോ? അത് അങ്ങനെയൊന്നും വേണ്ട. ഒരുമ്പെടുക എന്നുള്ള അർത്ഥം വന്നാൽ മതി. ഓക്കെ, അതാണ് വാക്യത്തിൽ പ്രയോഗിക്കുക. അപ്പോ ശിബി മഹാരാജാവ് ഒരു മഹായജ്ഞം നടത്താൻ ഒരുമ്പെട്ടു. നെക്സ്റ്റ്, മൂന്നാമത്തത് ദീനഭാവം. എന്താണ് ദീനഭാവം? എങ്ങനെയാണ് വാക്യത്തിൽ പ്രയോഗിക്കുക? എന്തോ ഉണ്ടായി, ടെക്സ്റ്റ് വായിച്ചിട്ടില്ല. പ്രാവ് ദീനഭാവത്തിൽ രാജാവിനോട് പറഞ്ഞു. നെക്സ്റ്റ്, വാത്സല്യപൂർവം. വാത്സല്യപൂർവം എല്ലാരും മ്യൂട്ട് ചെയ്തേ, ഒറ്റൊരാളെ സംസാരിക്കരുത് ഒരുപാട് തവണ. അപ്പൊ എന്താണ്? രാജാവ് വാത്സല്യപൂർവം പ്രാവിനെ തലോടി. മിസ് 8:30 മിസ്സാണോ ക്ലാസ് എടുത്തേ? ഇന്നത്തെയാ? ഇന്ന് 8:30 ഞാനായിരുന്നില്ല. എന്ത് പറ്റി? മിസ്സേ, ഞാൻ 8:30 ക്ലാസ്സിൽ കയറിയില്ലായിരുന്നു. ഇന്നലെ 2 ക്ലാസ് മിസ്സല്ലേ എടുത്തേ? അതെ അതെ. ഓക്കെ, ഏഞ്ചലിന്റെ കുറവില്ല അല്ലേ? മിസ്സേ, അത് ഞാൻ ആദ്യം കൂടിയിട്ട് ഇന്നലെ ആശുപത്രിയിൽ പോയായിരുന്നു, അത് കാരണം കേറാൻ പറ്റിയില്ല. അതെ, അമ്മയെ ഞാൻ ഇന്നലെ വിളിച്ചു, അപ്പൊ പറഞ്ഞു. ഓക്കെ, അപ്പോ 8:30 മെസ്സേജ് ആണോ എടുത്തേ? ഓക്കെ, വാത്സല്യപൂർവം രാജാവ് വാത്സല്യപൂർവം പ്രാവിനെ തലോടി. ലാസ്റ്റ് അല്ല, അഞ്ചാമത്തത് അഭയം തേടുക. രാജാവിന്റെ പക്കൽ അഭയം തേടിയ ആ സാധുജീവിയെ വിട്ടുകൊടുക്കാൻ രാജാവ് തയ്യാറായില്ല. നെക്സ്റ്റ്, സിക്സ്ത് വൺ ഏതാണ്? എന്താണ്? കൂസൽ കൂടാതെ. ശിബി മഹാരാജാവ് ഒരു കൂസലും കൂടാതെ ത്രാസിന്റെ തട്ടിൽ കയറി നിന്നു. ശിബി മഹാരാജാവ് ഒരു കൂസലും കൂടാതെ ത്രാസിന്റെ തട്ടിൽ കയറി നിന്നു. ഓക്കെ, അതാണ് ആറാമത്തെ, കൂസൽ കൂടാതെ എന്നുള്ളത് വാക്യത്തിൽ പ്രയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഉത്തരാണ് അല്ലെ? ഉത്തരം കണ്ടെത്തുക. ഉത്തരം കണ്ടെത്തുകയിൽ ഒന്നാമത്തത് ഒറ്റൊരാള് മാത്രം വായിച്ചാൽ മതിയേ. ഞാൻ പറയാം. സായി കൃഷ്ണ ഒന്ന് വായിച്ചേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ശിബി മഹാരാജാവിന്റെ കീർത്തി ലോകമെമ്പാടും പരന്നത്? അതിന്റെ ആൻസർ എന്ന് മുഹമ്മദ് പറഞ്ഞു. മുഹമ്മദ്, എന്തുകൊണ്ടാണ് ശിബി മഹാരാജാവിന്റെ കീർത്തി ലോകമെമ്പാടും പരന്നത്? ദാനശീലനും നീതിമാനും. ആര്? ശിബി മഹാരാജാവ് ദാനശീലനും നീതിമാനുമായിരുന്നു. അതെ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കീർത്തി ലോകമെമ്പാടും പരന്നത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ശിബി മഹാരാജാവ് വലിയ ദാനശീലനും നീതിമാനുമായിരുന്നു, അതുകൊണ്ടാണ്
സംശയമുണ്ട് മിസ്സേ. ആ പറഞ്ഞോ. ഈ പിന്നെ പരീക്ഷിക്കാൻ നിന്നത് ദേവാന്തരനും അഗ്നി ഭഗവാനുമായിരുന്നു. നീലക്കൊട്ടിന് ഇന്ദ്രനും പിന്നെ അഗ്നി ഭഗവാനും. ദേവേന്ദ്രനല്ലേ മോനെ ഇന്ദ്രൻ. ഓക്കെ, ദേവേന്ദ്രൻ. ആ ദേവലോകത്തെ ഇന്ദ്രൻ തന്നെയാണ് ദേവേന്ദ്രൻ കേട്ടോ. ദേവേന്ദ്രന്റെ വാഹനാണ് ഏത്? ഐരാവതം. ഐരാവതം എന്ന് പറഞ്ഞ ആനേനെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ടോ ഐരാവതം? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ലേ? ഓക്കെ, ഇവിടെ സായി കൃഷ്ണ കേട്ടിട്ടുണ്ട്. അപ്പൊ ഐരാവതം എന്ന് പറഞ്ഞ ഓക്കെ, ഏത് കളറിലെ ആനയാണ് ഐരാവതം? വൈറ്റ് അല്ലെ? ഓക്കെ, സാധാരണ ആന കറുത്തിട്ടാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് വൈറ്റ് കളറിലാണ് ആന. അതാണ് ദേവേന്ദ്രന്റെ വാഹനം. ദേവേന്ദ്രനാണ് ദേവലോകത്തെ രാജാവ് ഇന്ദ്രൻ. ഓക്കെ, ഇന്ദ്രനിൽ തന്നെയാണ് ദേവേന്ദ്രൻ. പിന്നെ നിങ്ങൾക്ക് ഒരു ഡൗട്ടും കൂടെ ഇവിടെ വരാം. നിങ്ങൾ ആരും ചോദിച്ചിട്ടില്ല, എന്താണ് പക്ഷിയും പരുന്തൊക്കെ സംസാരിക്കുമെന്ന് അല്ലേ? വേണമെങ്കിൽ ചോദിക്കാം. എന്ത് കഥയില് ഒരു മിനിറ്റ്, കഥയിൽ ചോദ്യമില്ല എന്നാണ്. എന്നാലും ഞാൻ പറയാണ്, എന്ത് പക്ഷിയും പരുന്തും സംസാരിക്കുമെന്ന്. പക്ഷെ ദേവേന്ദ്രന്റെയും അഗ്നി ഭഗവാന്റെയും രൂപത്തിൽ വന്നതാണ് അല്ലെ ആര്? ശിബി മഹാരാജാവിനെ പരീക്ഷിക്കാൻ വേണ്ടി ദേവേന്ദ്രനും അഗ്നി ഭഗവാനും കൂടി വേഷം മാറി വരുന്നതാണ്. ആരുടെ അടുത്തേക്ക്? ശിബി മഹാരാജാവിന്റെ അടുത്തേക്ക്. അതുകൊണ്ടാണ് അവർ സംസാരിച്ചത്. അപ്പൊ കഥയിൽ ചോദ്യം ഇല്ല കേട്ടോ. എന്നാലും ഞാൻ ആ ഡൗട്ട് നിങ്ങളെ ക്ലിയർ ആണ്. സാധാരണ നിങ്ങൾക്ക് ആ കഥ വായിക്കുന്ന സമയത്ത് ഒരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. എന്ത് പ്രാവും പരുന്തും ഒക്കെ സംസാരിക്കാറുണ്ടോ വേണം ചോദിക്കും. അവരുടേതായ വാക്കുകൾ അവരും സംസാരിക്കുന്നുണ്ടാവും കേട്ടോ. തത്ത ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്നില്ലേ? അതേപോലെ. അപ്പൊ പൂച്ച ഉണ്ട്, പക്ഷെ അല്ല, പൂച്ചയും പട്ടിയും ഒക്കെ സംസാരിക്കോ നമ്മളോടും ചോദിക്കും. പക്ഷെ നമ്മ അവരുടെ അടുത്ത് പെരുമാറുന്ന അവരുടേതായ ഭാഷയിൽ അവർ സംസാരിക്കും. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കിപ്പോ ഒരു പെറ്റായ ഡോഗ് ഉണ്ടെങ്കിൽ ആ ഡോഗും എന്തൊക്കെയോ പറയുന്നതാണ് അല്ലേ? പറയുന്നുണ്ടാവാം. അവര് തിരിച്ചാക്കും. അവര് ശ്രദ്ധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഡൗട്ട് വരാനുള്ളതാണ്. അതുകൊണ്ട് മിസ് അതൊന്ന് ക്ലിയർ ചെയ്തേ ഉള്ളൂ. ഓക്കെ, അപ്പോ എന്തുകൊണ്ടാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ശിബി മഹാരാജാവിന്റെ കീർത്തി ലോകമെമ്പാടും പറഞ്ഞത്? ഇപ്പൊ മിസ് ഈ ക്ലാസ്സിൽ ഇത് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങളെ ചോദ്യം? നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇത് പഠിക്കാൻ പറ്റും. ഞാൻ ഒന്ന് ആവർത്തിച്ച് പറയുമ്പോ നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടാവും. മനസ്സിലാവും ആ ക്വസ്റ്റ്യൻ വരുമ്പോ. അതുകൊണ്ടാണ് ക്ലാസ്സിൽ ഇതൊന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നത് വാട്സപ്പില്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ഓർമ്മ വരുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇത് എടുത്തെടുത്തെടുത്ത് പറയുന്നത്. എന്തുകൊണ്ടാണ് ശിബി മഹാരാജാവിന്റെ കീർത്തി ലോകമെമ്പാടും പറഞ്ഞത്? ശിബി മഹാരാജാവ് വലിയ ദാനശീലനും നീതിമാനുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കീർത്തി ലോകമെമ്പാടും പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റിഹാൻ വായിച്ച. റിഹാനെ ആരെല്ലാമാണ് ശിബിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചത്? ഓക്കെ, ആരെല്ലാമാണ് ശിബിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചത്? ആരെല്ലാം ഷഹബാസേ? ആരെല്ലാമായിരുന്നു ശിബിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചത്? ഇത്രയും സമയം മിസ് അതായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും ഷഹബാസേ. പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. ഇവരെ മുഴുവൻ കൈവക്കുകയാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ പറയാൻ. ആരെല്ലാമാണ് ശിബിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചത്? ഷഹബാസേ, എവിടെ ആയിരുന്നു ഷഹബാസ്? അതാ എന്റെ ചോദ്യം. ഓക്കെ, അഗ്നി ഭഗവാനും നെക്സ്റ്റ് ഇന്ദ്രനും. ദേവേന്ദ്രനും അഗ്നി ഭഗവാനുമാണ് ശിബിയെ പരീക്ഷിക്കുവാൻ തീരുമാനിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ദേവേന്ദ്രനും അഗ്നി ഭഗവാനുമാണ് ശിബിയെ പരീക്ഷിക്കുവാൻ തീരുമാനിച്ചത്. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. അദ്ദേഹം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. തന്നെ
തന്നെ അഭയം ആരാ ഇപ്പൊ വായിക്കുന്നേ? അതിലെന്തുകൊണ്ട് അൺമ്യൂട്ട് ചെയ്യാത്ത അതില്? ഇല്ല, അതിൽ വായിക്കാത്തോണ്ട് ഞാൻ വായിച്ചിനി. അതിൽ വായിക്കട്ടെ, അതിൽ വായിക്കട്ടെ. തന്നെ അഭയം പ്രാപിച്ചോട് സിബി പറഞ്ഞതെന്താണ്? എന്താണ് ചോദ്യം? തന്നെ അഭയം പ്രാപിച്ച അരിപ്രാവിനോട് ഷിബി പറഞ്ഞത് എന്താണ്? എന്താണ് ഞാൻ ചോദിക്കുന്ന ആള് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. മുഹമ്മദ് റുവൈസ് എന്ന ആൻസർ പറഞ്ഞതിന്റെ ആൻസർ ഒന്നും അറിയില്ല. എന്തുകൊണ്ട് അറിയാത്ത? ക്ലാസ്സിൽ ഇരിക്കാത്തതുകൊണ്ട് അല്ലേ റുവൈസേ? ഇപ്പൊ മനസ്സിലായോ? ക്ലാസ്സിൽ ഇരിക്കുന്നതും ക്ലാസ് കേൾക്കുന്നതും. നിങ്ങൾ ക്ലാസ് കേട്ടിട്ടുണ്ടോ? ഇന്നലത്തെ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കുകയാണ് ഒരാളോട് ചോദ്യം ചോദിച്ചിട്ട്. അപ്പൊ നിങ്ങൾ റിവൈസ് ഇന്നലത്തെ ക്ലാസ്, നിങ്ങളെ ക്ലാസ്സിൽ ഇരുന്നിട്ടുമില്ല, ഇന്നലത്തെ ക്ലാസ് കേട്ടിട്ടുമില്ല അല്ലേ റിവൈസേ? ഞാൻ അവസാനാകുമ്പോ വന്നിനി. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യത്തെ ക്ലാസ് കേട്ടിട്ടില്ലെങ്കിൽ അടുത്ത ക്ലാസ് കാണാൻ ശ്രമിക്കണം അല്ലേ? എന്താ റിവൈസ് അതിന്റെ ആൻസർ? തന്നെ അഭയം പ്രാപിച്ച അരിപ്രാവിനോട് ഷിബി പറഞ്ഞത് എന്താണ്? ഞാൻ ചോദിച്ചു ഒരാളോട് ചോദിച്ചു ഉത്തരം പറയുമ്പോ നീ ശ്രദ്ധിക്കണേ റിവൈസേ. ഓക്കെ. റിഹാൻ എന്ന് പറഞ്ഞ റിഹാനെ. വാത്സല്യത്തോട് അതിനെ തന്നെ അഭയം പ്രാപിച്ച അരിപ്രാവിനോട് ഷിബി പറഞ്ഞത് എന്താണ്? അതാണ് ചോദ്യം. വാത്സല്യപൂർവം അതിനെ റിഹാൻ ഇന്നലെ ക്ലാസ്സിൽ ഇരുന്നതായിരുന്നു. റിഹാൻ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എഴുതി നടക്കുന്നുണ്ടായിരുന്നു, ഞാൻ അതൊന്ന് ശാസിച്ചിട്ടുണ്ടായിരുന്നു. റിഹാൻ പേടിക്കണ്ട എന്ത് വന്നാലും പറഞ്ഞോ. നീ ഒട്ടും പേടിക്കണ്ട, എന്ത് വന്നാലും നിന്നെ ഞാൻ രക്ഷിക്കാം. ഓക്കെ. റിഹാനെ സംബന്ധിച്ചത് ഇങ്ങനെ ഉണ്ട് പറയേണ്ടതാണ്. ഇന്നത്തെ ക്ലാസ് ശരിക്കും ശ്രദ്ധിച്ചില്ല അല്ലേ റിഹാനെ? നീ ഒട്ടും പേടിക്കണ്ട, എന്ത് വന്നാലും നിന്നെ ഞാൻ രക്ഷിക്കാം എന്നാണ് പറഞ്ഞത് അല്ലേ? തന്നെ അഭയം പ്രാപിച്ച അരിപ്രാവിനോട് പറഞ്ഞ എന്താണ്? നീ ഒട്ടും പേടിക്കേണ്ട, നിന്നെ ഞാൻ എന്ത് വന്നാലും നിന്നെ ഞാൻ രക്ഷിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നവര് മാത്രം വായിച്ചാൽ മതി. ഏഞ്ചൽ എന്ന് വായിച്ചു മോളെ. 4ാമത്തെ ക്വസ്റ്റ്യൻ. പ്രാവിന് പകരം അദ്ദേഹം കൊടുക്കാൻ തയ്യാറായത് എന്താണ്? പ്രാവിന് പകരം അദ്ദേഹം കൊടുക്കാൻ തയ്യാറായത് എന്താണ്? എന്താണ് തയ്യാറായത് ഏഞ്ചലെ? പ്രാവിന് പകരം ഈ പ്രാവിന് പകരം ഞാൻ നിനക്ക് വിലയേറിയ മറ്റു ഭക്ഷണങ്ങൾ തരാം അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? മറ്റു ഭക്ഷണ സാധനങ്ങൾ തരാം എന്നാണ് അല്ലേ? പകരം. അപ്പൊ പ്രാവിന് പകരം നിനക്ക് ഞാൻ മറ്റു വിലയേറിയ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു തരാമെന്നാണ് ആര് പറഞ്ഞത്? ഷിബി മഹാരാജാവ് പറഞ്ഞത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിവൈസേ ആളില്ലേ അവിടെ? റിവൈസ് പോയോ? റിവൈസേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹന്ന വായിച്ചോ. ഹന്ന. പരുന്ത് പകരമായി ആവശ്യപ്പെട്ടത് എന്ത്? ഗ്രേസ് ഒന്ന് ആൻസർ പറഞ്ഞു. ഗ്രേസ്. പരുന്ത് പകരമായി ആവശ്യപ്പെട്ടത് എന്ത്? പ്രാവിന്റെ തൂക്കത്തിനുള്ള മാംസം നൽകാനായിട്ട്. ഓക്കെ. എന്താണ് പറഞ്ഞത്? അങ്ങയുടെ വലത്തെ തുടയിൽ നിന്നും
പ്രാവിന്റെ തൂക്കത്തിനുള്ള എന്ത് മാംസം എനിക്ക് തന്നേക്കൂ എന്നാണ് പരുന്ത് പകരമായി ആവശ്യപ്പെട്ടത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അങ്ങയുടെ വലത്തെ തുടയിൽ നിന്നും ഈ പ്രാവിന്റെ തൂക്കത്തിലുള്ള മാംസം എനിക്ക് തന്നേക്കൂ എന്നാണ് പരുന്ത് പകരമായി ആവശ്യപ്പെട്ടത്. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? മുഹമ്മദ് വായിച്ചേ. മുഹമ്മദ്. പ്രാവിന്റെ തൂക്കത്തിൽ എന്താണ് സിബി മറ്റു തട്ടിൽ എന്താണ് ലക്ഷ്മിപ്രിയ വെച്ചത്? തുടയിലെ മാംസം അല്ലെ? തുടയിലെ മാംസമാണ് പ്രാവിന്റെ തൂക്കത്തില് വെച്ചത് അല്ലെ? തുടയറിയില്ലേ? കാലിന്റെ തുടയറിയില്ലേ നിങ്ങൾക്ക്? തൂടാന്ന് പറഞ്ഞാൽ ഞാൻ തൂടാ കൊറേ കേട്ടിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായോ? ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? അപ്പൊ തൂക്കം. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ. 7ാമത്തെ ക്വസ്റ്റ്യൻ എഡ്വിൻ എന്ന് വായിച്ച. എഡ്വിൻ. പരുന്തിന്റെയും പ്രാവിന്റെയും രൂപത്തിൽ വന്ന ഇന്ദ്രനും അഗ്നിയും ഒടുവിൽ എന്താണ് 7ാമത്തെ ക്വസ്റ്റ്യൻ മോനെ? പരുന്തിന്റെയും പ്രാവിന്റെയും അതാണോ 7ാമത്തെ ക്വസ്റ്റ്യൻ? അതാണോ? ആണോ? തൂക്കം ശരിയാകാതെ വന്നപ്പോൾ അതല്ലേ 7ാമത്തെ ക്വസ്റ്റ്യൻ? തൂക്കം ശരിയാകാതെ വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? എന്താ ചെയ്തത് അതിന്? തൂക്കം ശരിയാകാതെ വന്നപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു? ഒരു കൂസലും കൂടാതെ ത്രാസിന്റെ തട്ടിൽ കയറി നിന്നു. അതല്ലേ ആൻസർ? അദ്ദേഹം മടിച്ചില്ല അല്ലെ? ഒരു കൂസലും കൂടാതെ ത്രാസിന്റെ തട്ടില് കയറി നിന്നു. അതാണ് സിബി മഹാരാജാവ് ചെയ്തത് തൂക്കം ശരിയാകാതെ വന്നപ്പോൾ. ഓക്കെ, നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ ഷഹബാസ് വായിച്ചോ. 8ാമത്തെ ക്വസ്റ്റ്യൻ. പരുന്തിന്റെയും പ്രാവിന്റെയും രൂപത്തിൽ വന്ന ഇന്ദ്രനും അഗ്നിയും ഒടുവിൽ ഷിബിയോട് പറഞ്ഞതെന്ത്? ഓക്കെ, പരുന്തിന്റെയും പ്രാവിന്റെയും രൂപത്തിൽ വന്ന ഇന്ദ്രനും അഗ്നി ഭഗവാനും, അതാണ് അഗ്നി എന്ന് പറഞ്ഞത്, ഒടുവിൽ ഷിബിയോട് പറഞ്ഞത് എന്ത്? എന്താണ് പറഞ്ഞത്? മുഹമ്മദ് പറഞ്ഞു. അതിനോടെ പോയി. അങ്ങ് ദേവതുല്യനാണ്, അങ്ങയുടെ ദാനശീലവും ദയാവായ്പും ഞങ്ങളെ അത്യധികം സന്തോഷിപ്പിക്കുന്നു. ഒരു പ്രാവിന്റെ രക്ഷയ്ക്കു വേണ്ടി സ്വന്തം ജീവൻ പോലും നൽകാൻ അങ്ങ് മടി കാണിച്ചില്ല. അങ്ങയുടെ സൽകീർത്തി എക്കാലത്തും നിലനിൽക്കും. ഓക്കെ, ഇതാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ, പ്രഭോ അങ്ങ് ദേവതുല്യനാണ്, അങ്ങയുടെ ദാനശീലവും ദയാവായ്പും ഞങ്ങളെ അത്യധികം സന്തോഷിപ്പിച്ചിരിക്കുന്നു. ഒരു പ്രാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും നൽകാൻ അങ്ങ് മടി കാണിച്ചില്ല. അങ്ങയുടെ സൽകീർത്തി എക്കാലത്തും നിലനിൽക്കും. ഇതാണ് പരുന്തിന്റെയും പ്രാവിന്റെയും രൂപത്തിൽ വന്ന ഇന്ദ്രനും അഗ്നി ഭഗവാനും ആരോട് പറഞ്ഞത്? ഒടുവില് ഷിബി മഹാരാജാവിനോട് പറഞ്ഞത്. ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഉണ്ടോ ഇനി ആർക്കെങ്കിലും? ഇല്ല അല്ലെ? റിവൈസ് അതോടെ പോയി എന്നാ തോന്നുന്നു. അപ്പോ ഇനിയിപ്പോ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാനിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. എന്ത് ചെയ്യണം? എഴുതിയെടുക്കണം. ഏതൊക്കെ എഴുതണം? പാഠത്തിന് നെയിം എഴുതണം, പാഠത്തിന്റെ പേര് എഴുതണം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അർത്ഥം എഴുതണം, അതിൽ തന്നെ വർക്കെല്ലാം എഴുതണം. ഓക്കെ, അത് എഴുതി. ഓക്കെ, അതിന് ശേഷം ഉള്ളത് തിരിച്ചെഴുതുക മുതൽ ഞാൻ എഴുതിയിട്ട് സെൻഡ് ചെയ്ത് തരും. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ നമുക്ക് ഇനി അടുത്ത പാഠം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അടുത്ത ദിവസം നാളെ നമുക്ക് എക്സാം ആണ്, എല്ലാരും ഓർമ്മിക്കണം. അടുത്ത ദിവസം അങ്ങനെ പ്രിപ്പയർ ആയിട്ട് വന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇന്ന് പാഠം 13. ഇനി എന്താ നെക്സ്റ്റ് പാഠം? നമ്മുടെ അനുബന്ധ പ്രവർത്തനങ്ങളുണ്ട് ഇതില്. അത് നമുക്ക് ക്ലാസ് ടൈമിലാണെങ്കിലും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. ഈ കഥ നാടക രൂപത്തിലാക്കി കുട്ടികളെ ക്ലാസ്സിൽ എഴുതി വെക്കുക. ദാനശീലത്തെ കുറിച്ചുള്ള മറ്റു കഥകൾ വായിക്കുക. നിങ്ങൾ വായിച്ചോ കേട്ടാ.
നല്ല നല്ല ശീലാവും കുട്ടികൾക്ക്. ഓക്കെ, പാഠം 13 ഏഷ്യൻ ഗെയിംസ് ആണ്. ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗെയിംസ്. ഓക്കെ, ഗെയിംസിനെ പറ്റി പറയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയായിരിക്കും ഏഷ്യൻ ഗെയിംസ് അല്ലേ? എന്താറിയില്ലേ? സായി കൃഷ്ണൻ അവരെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഗെയിംസിന്റെ ഫുട്ബോളിന്റെ ജേഴ്സി എല്ലാം ഇട്ടിട്ട്. ഓക്കെ, അപ്പൊ ഒന്നത് മിസ് വായിക്കാം, എല്ലാരും ശ്രദ്ധിക്കുക. പേജ് നമ്പർ 49 റിവൈസ് ശ്രദ്ധിക്കുക. റിവൈസ്. ഓക്കെ, റിവൈസിന് നെറ്റിന്റെ പ്രോബ്ലം നല്ലപോലെ ഉണ്ട്, അതുകൊണ്ടാണ് റിവൈസിന് കയറാൻ പറ്റാത്തത്. റിവൈസ് ക്ലാസ് കാണാൻ ശ്രമിക്കുക നേരം. ഓക്കെ, ശ്രദ്ധിക്കുക. ഏതൊരു രാഷ്ട്രത്തിന്റെയും വികസനത്തിന്റെ രഹസ്യം അവിടുത്തെ ജനങ്ങളുടെ ഉത്സാഹവും കർമ്മശേഷിയുമാണ്. അത്തരമൊരു രാഷ്ട്രത്തിൽ കായിക വിനോദങ്ങൾക്ക് മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകിയിരിക്കും. അരോഗ ശരീരത്തിൽ അരോഗ മനസ്സ് എന്ന യവനന്മാരുടെ ആദർശം തന്നെയാണ് ആധുനിക കാലത്ത് എല്ലാ രാജ്യങ്ങളും പിന്തുടരുന്നത്. വികസനത്തിന്റെ കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് എക്കാലവും പിന്നിലായിരുന്നു ഏഷ്യൻ രാജ്യങ്ങൾ. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ രംഗങ്ങളിലും നാം പിന്നിലായിരുന്നു. എന്നാൽ അരനൂറ്റാണ്ട് മുമ്പ് തന്നെ ഏഷ്യൻ ജനത ഈ ന്യൂനത തിരിച്ചറിഞ്ഞു. സാമ്രാജ്യ ശക്തികളുടെ കാൽക്കീഴിൽ കിടന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ അടിമ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമം ആരംഭിച്ചു. എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ആരോഗ്യപൂർണമായ ഒരു ജനതയെ വാർത്തെടുക്കുന്ന കാര്യത്തിൽ ഏഷ്യൻ രാജ്യങ്ങൾ ശ്രദ്ധ പുലർത്തി. അതിന്റെ നാന്ദിയായിരുന്നു ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് അഥവാ ഏഷ്യാഡ്. ഏഷ്യൻ ഗെയിംസ് അഥവാ ഏഷ്യാഡ്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കാന്. 1951 മാർച്ച് 4-ാം തീയതിയാണ് ഡൽഹിയിൽ പ്രഥമ ഏഷ്യാഡ് അരങ്ങേറിയത്. 1951 മാർച്ച് 4-ാം തീയതിയാണ് ഡൽഹിയിൽ പ്രഥമ ഏഷ്യാഡ് അരങ്ങേറിയത്. അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആദ്യ ഏഷ്യാഡിന് തിരികൊളുത്തിയത്. 11 രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തു. ഏഷ്യൻ ഗെയിംസ് ആരംഭിക്കുന്നതിന് മുമ്പ് മറ്റു പല കായിക സംഘടനകളും നിലവിലുണ്ടായിരുന്നു. അവയിലൊന്നായിരുന്നു 1931 മലയാള രൂപം കൊണ്ട ഓറിയന്റൽ ഗെയിംസ്. പിന്നീട് ഇത് ഫാർ ഈസ്റ്റേൺ ചാമ്പ്യൻഷിപ്പ് എന്ന പേരിൽ അറിയപ്പെട്ടു. എന്നാൽ ഈ മേള അധികകാലം നീണ്ടു നിന്നില്ല. 1934 വെസ്റ്റേൺ ഏഷ്യാറ്റിക് ഗെയിംസ് എന്നൊരു കായിക മേള ഡൽഹിയിൽ നടന്നു. ഭാരതീയനായ പ്രൊഫസർ ഗുരുദത്ത് സോണിയായിരുന്നു ഈ മേളയുടെ സംഘാടകൻ. ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, സിലോൺ, ഇപ്പോഴത്തെ ശ്രീലങ്ക അതാണ് സിലോൺ, പാലസ്തീൻ എന്നീ രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തു. എങ്കിലും ഈ മേളയും അല്പായുസായിരുന്നു. 2-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഇത്തരം കായിക മേളകൾ ഏഷ്യക്ക് അന്യമായി. അങ്ങനെയിരിക്കെ 1947 ഡൽഹി ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് എന്നൊരു യോഗം നടന്നു. എല്ലാ ഏഷ്യൻ രാജ്യങ്ങൾക്കും പങ്കെടുക്കാവുന്ന ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശം അവിടെ ചർച്ച ചെയ്തു. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഈ ചർച്ചയുടെ വിജയകരമായ ഫലപ്രാപ്തിയായിരുന്നു ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ്. ഏഷ്യയിലെ ജനങ്ങളെല്ലാം ഒരു കൊടിക്കീഴിൽ അണിനിരത്തുവാനും ഭാഷയുടെയും ദേശത്തിന്റെയും സംസ്കാരത്തിന്റെയും അതിർവരമ്പുകൾ മറികടന്ന് അവരെ ഒന്നിപ്പിക്കുന്ന ഒരു വേദി എടുക്കാനും ഏഷ്യൻ ഗെയിംസിന് കഴിഞ്ഞു. എന്നും മുന്നോട്ട്, ഇതാണ് ഏഷ്യാഡിന്റെ മുദ്രാവാക്യം. 4 വർഷം കൂടുമ്പോഴാണ് ഏഷ്യാഡ് നടക്കുക. ആദ്യ ഏഷ്യൻ ഗെയിംസിൽ 17 രാഷ്ട്രങ്ങളാണ് പങ്കെടുത്തതെങ്കിൽ പിന്നീട് 1982 അതായത് 1982 ഡൽഹിയിൽ വെച്ച് നടന്ന 9ാമത് മേളയിൽ 33 രാജ്യങ്ങളായിരുന്നു. അപ്പു എന്ന ആനക്കുട്ടിയായിരുന്നു 1952 ഏഷ്യാഡിന്റെ ഔദ്യോഗിക ചിഹ്നം. തുടക്കത്തിൽ 6 മത്സരങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 25 വർദ്ധിച്ചു. 15ാം ഏഷ്യൻ ഗെയിംസ് ആണ് 2006 ദോഹയിൽ നടന്നത്. ഒറി എന്ന മൃഗമായിരുന്നു ദോഹ ഏഷ്യാഡിന്റെ ഭാഗ്യചിഹ്നം. കുവൈറ്റ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ എന്നൊരു സ്ഥിരം സമിതിയാണ് ഏഷ്യൻ ഗെയിംസ് നിയന്ത്രിക്കുന്നത്. 36 രാജ്യങ്ങളിലെ പ്രതിനിധികൾ അടങ്ങുന്നതാണ് ഈ സമിതി. ലോക കായിക രംഗത്തിന് നിരവധി താരങ്ങളെ സംഭാവന ചെയ്യുവാൻ നമ്മുടെ കൊച്ചു കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. PT ഉഷ, MD വത്സമ്മ, ഷൈനി വിൽസൺ തുടങ്ങിയവർ അക്കൂട്ടത്തിൽ പെടുന്നു.
നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ഈ താരങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള വേദി കൂടിയായിരുന്നു കഴിഞ്ഞ ഏഷ്യാഡ് മേളകൾ. അപ്പോ ഏഷ്യൻ ഗെയിംസിനെ പറ്റിയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. നല്ലൊരു പാഠാണ്. അപ്പോ എന്താ പറഞ്ഞത്? ആദ്യം തന്നെ, ഏതൊരു രാഷ്ട്രത്തിന്റെയും വികസനത്തിന്റെ രഹസ്യം അവിടുത്തെ ജനങ്ങളുടെ ഉത്സാഹവും കർമ്മശേഷിയുമാണ്. എന്താ പറഞ്ഞത്? ഏതൊരു രാഷ്ട്രത്തിന്റെയും എന്ത് വികസനത്തിന്റെ രഹസ്യം അല്ലെ? ഒരു രാജ്യം വികസിക്കുന്നതിന്റെ രഹസ്യം എന്താണെന്നാ പറഞ്ഞത്? അവിടുത്തെ ജനങ്ങളുടെ ഉത്സാഹവും കർമ്മശേഷിയുമാണ് അല്ലെ? അത് കറക്റ്റാണ്. എന്തുകൊണ്ടാ? ഇപ്പൊ നിങ്ങൾ എവിടെ വേണമെങ്കിലും വിജയിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്ക് ഉത്സാഹവും കർമ്മശേഷിയും ഉണ്ടാവും അല്ലെ? അപ്പൊ നിങ്ങള് പഠിക്കണമെന്ന് ചിന്തിച്ചിട്ട് ഉത്സാഹത്തോടെ പഠിച്ചാലും കർമ്മശേഷി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് പണിയെടുക്കാനുള്ള ഒരു കഴിവുണ്ടാവും നമുക്ക് അല്ലെ? കർമ്മശേഷി. അപ്പോ എന്താ പറഞ്ഞത്? ഏതൊരു രാജ്യത്തിന്റെ ഉയർച്ച, അപ്പൊ നമ്മളെ വീടിന്റെ ഉയർച്ചക്കും അതുപോലെ നമ്മുടെ സ്കൂളിന്റെ ഉയർച്ചക്കും ഒക്കെ എന്ത് ചെയ്യണം? അവിടുത്തെ സ്കൂളിന്റെ ആണെങ്കിൽ എന്താ? അവിടുത്തെ ടീച്ചേഴ്സും കുട്ടികളും ഉഷാറായിരിക്കണം അല്ലെ? ഉത്സാഹവും കർമ്മശേഷിയുള്ളവരായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് അവിടെ സ്കൂളിന് ഒരു വികസനം ഉണ്ടാവും. അതുപോലെ ആണ് പറഞ്ഞത്, ഏതൊരു രാഷ്ട്രത്തിന്റെയും ഏതൊരു രാജ്യത്തിന്റെയും വികസനത്തിന്റെ രഹസ്യം എന്താണ്? അവിടുത്തെ ജനങ്ങളുടെ ഉത്സാഹവും കർമ്മശേഷിയുമാണ്. അത്തരമൊരു രാഷ്ട്രത്തിൽ കായിക വിനോദങ്ങൾക്ക് മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകിയിരിക്കും അല്ലെ? അത്തരമൊരു രാഷ്ട്രത്തിന് എന്താ ഉണ്ടാവുക? ഗെയിംസിന്, അതായത് കായിക വിനോദങ്ങൾക്ക് മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകിയിരിക്കും. അരോഗ ശരീരത്തിൽ അരോഗ മനസ്സ് അല്ലെ? രോഗമില്ലാത്ത ശരീരം. അരോഗം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? രോഗമില്ലാത്ത ശരീരം അല്ലെ? അപ്പോ അരോഗ ശരീരത്തിൽ, അതായത് ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമാണ് ആരോഗ്യമുള്ള മനസ്സ് കുടികൊള്ളുന്നത്. ആരോഗ്യമുള്ള മനസ്സെന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള മനസ്സാ? ആരോഗ്യമുള്ള ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? മുഹമ്മദ് കൈവൊക്കെ നല്ല ഉഷാറിന്റെ അല്ലേ? ഓക്കെ. അപ്പോ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവണത് നമുക്ക് എന്തുണ്ടാവണം? അസുഖം ഇല്ലാതിരിക്കണം അല്ലെ? അപ്പോ ആ രോഗമില്ലാത്ത അവസ്ഥ, അതാണ് ആരോഗ്യം. ഓക്കെ. അപ്പോ ആരോഗ്യമുള്ള ശരീരത്തിന് മാത്രമേ എന്തുണ്ടാവൂ? ആരോഗ്യമുള്ള ഒരു മനസ്സ് കുടികൊള്ളുകയുള്ളൂ. എന്ന യവനന്മാരുടെ ആദർശം തന്നെയാണ് ആധുനിക കാലത്ത് ആധുനികം. എന്താ അർത്ഥം ആധുനികം? നമ്മൾ പഠിച്ചതാണ് ആധുനികം പുതിയത്. ആധുനിക കാലത്ത്, ഈ പുതിയ കാലത്ത്, ഈ നവീന കാലത്ത് എല്ലാവരും എന്ത് ചെയ്യുന്നത്? എല്ലാ രാജ്യങ്ങളും പിന്തുടരുന്നത് അരോഗ ശരീരത്തിൽ അരോഗ മനസ്സ് എന്ന യവനന്മാരുടെ ആദർശം ആണ്. എന്ത്? ഈ ആധുനിക കാലത്ത്, പുതിയ കാലത്ത് എല്ലാ രാജ്യങ്ങളും പിന്തുടരുന്നത് എന്ന് പറഞ്ഞാല് ആരോഗ്യമുള്ള ശരീരമായിരിക്കണം, അതിൽ ആരോഗ്യമുള്ള ഒരു മനസ്സും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉത്സാഹവും കർമ്മശേഷിയും ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിൽ മാത്രമേ അവിടെ ജനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത്. ഓക്കെ. അപ്പൊ എന്താണ്? ഏതൊരു രാഷ്ട്രത്തിന്റെയും വികസനത്തിന്റെ രഹസ്യം. വികസനം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഇന്ത്യ ഒരു വികസിത രാജ്യമാണ്. കേട്ടിട്ടില്ല നിങ്ങള്? വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് അല്ലേ? ഓക്കെ. അപ്പോ ഏതൊരു രാഷ്ട്രത്തിന്റെയും വികസനത്തിന്റെ രഹസ്യം അവിടുത്തെ ജനങ്ങളുടെ ഉത്സാഹവും കർമ്മശേഷിയുമാണ്. അത്തരമൊരു രാഷ്ട്രത്തിൽ കായിക വിനോദങ്ങൾക്ക് മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകിയിരിക്കും. അരോഗ ശരീരത്തിൽ അരോഗ മനസ്സ് എന്ന യവനന്മാരുടെ ആദർശം തന്നെയാണ് ആധുനിക കാലത്തെ എല്ലാ രാജ്യങ്ങളും പിന്തുടരുന്നത്. വികസനത്തിന്റെ കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് എക്കാലവും പിന്നിലായിരുന്നു ഏഷ്യൻ രാജ്യങ്ങളെ. വികസനത്തിന്റെ കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് എക്കാലവും പിന്നിലായിരുന്നു ഏഷ്യൻ രാജ്യങ്ങള്. അപ്പോ ഏഷ്യൻ രാജ്യങ്ങൾ എങ്ങനെയായിരുന്നു വികസനത്തിന്റെ കാര്യത്തില്? മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ രാജ്യം ഏതിലായിരുന്നു? പിന്നിലായിരുന്നു ഏഷ്യൻ രാജ്യങ്ങൾ എന്നാ പറഞ്ഞത്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ രംഗങ്ങളിലും നാം പിന്നിലായിരുന്നു. എന്നാൽ അരനൂറ്റാണ്ട് മുമ്പ് തന്നെ ഏഷ്യൻ ജനത ഈ ന്യൂനത തിരിച്ചറിഞ്ഞു അല്ലെ? അരനൂറ്റാണ്ട് മുമ്പ് എന്ത് തിരിച്ചറിഞ്ഞു? ഏഷ്യൻ ജനത എന്ത് തിരിച്ചറിഞ്ഞു? ഈ ന്യൂനത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുറവ്. ന്യൂനത, കുറവ് അല്ലെ?
ന്യൂനത എന്ന് പറഞ്ഞാൽ കുറവ് എന്നാണ് അർത്ഥം. പാശ്ചാത്യ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയില്ലേ നിങ്ങൾക്ക്? പാശ്ചാത്യം, പൗരസ്ത്യം. എന്താണ് പാശ്ചാത്യം എന്നുള്ളതിന്റെ അർത്ഥം? പടിഞ്ഞാറ്. പടിഞ്ഞാറ്. അപ്പൊ പൗരസ്ത്യോ? പാശ്ചാത്യം എന്ന പദത്തിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് പൗരസ്ത്യം. അപ്പൊ പാശ്ചാത്യം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറുള്ളത് എന്നർത്ഥം. അപ്പൊ പൗരസ്ത്യോ എന്താ? പൗരസ്ത്യം പാശ്ചാത്യം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറുള്ളത് എന്നർത്ഥം. അപ്പൊ പൗരസ്ത്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ ഓപ്പോസിറ്റ് വരാം. എന്താ ലക്ഷ്മിപ്രിയ പറഞ്ഞു? ഉള്ളത്. ഓക്കെ, കറക്റ്റ്. അപ്പൊ തെക്കാണോ പടിഞ്ഞാറിന്റെ ഓപ്പോസിറ്റ് വേർഡ്? കിഴക്കല്ലേ? കുട്ടികൾ ഇവിടെ ശ്രദ്ധിക്കുന്നില്ലോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് മിസ്സിന് അല്ലേ? അപ്പോ പാശ്ചാത്യം, പൗരസ്ത്യം. പടിഞ്ഞാറ്, കിഴക്കല്ലേ ഓപ്പോസിറ്റ് വേർഡ് അല്ലെ? ഈസ്റ്റ് വെസ്റ്റ് അല്ലേ? ഓക്കെ, നോർത്ത് സൗത്ത്. ആ, സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയോ ചെയ്യില്ല അല്ലേ? അല്ലേ? ഓക്കെ, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. അപ്പൊ പാശ്ചാത്യം, പൗരസ്ത്യം. ഗുജറാത്ത് വരെ. ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞത്? പാശ്ചാത്യം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറുള്ളത് എന്നർത്ഥം. നമ്മുടെ സമയം കഴിയാറായി. ഓക്കെ. അപ്പോ വികസനത്തിന്റെ കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് എക്കാലവും പിന്നിലായിരുന്നു ഏഷ്യൻ രാജ്യങ്ങൾ. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ രംഗങ്ങളും നാം പിന്നിലായിരുന്നു. എന്നാൽ അരനൂറ്റാണ്ട് മുമ്പ് തന്നെ ഏഷ്യൻ ജനത ഈ ന്യൂനത തിരിച്ചറിഞ്ഞു. ഈ കുറവ്